നിങ്ങളുടെ ശ്വാസനാളത്തിന് മുന്നിൽ ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ് തൈറോയിഡ്. ഇത് തൈറോക്സിൻ എന്ന തൈറോയ്ഡ് ഹോർമോൺ പുറത്തുവിടുന്നു. ഇത് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയെയും ഊർജ്ജ ഉൽപാദനത്തെയും നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ തലയുടെ നടുവിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയായ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ നിയന്ത്രണത്തിലാണ് തൈറോയിഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തൈറോയിഡ് ഉത്തേജിപ്പിക്കുന്ന ഹോർമോണായ TSH പുറപ്പെടുവിപ്പിക്കുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡിന് തൈറോയ്ഡ് ഹോർമോണായ തൈറോക്സിൻ പുറപ്പെടുവിപ്പിക്കുന്നതിനുള്ള സിഗ്നലാണ് TSH. അതിനാൽ ശരീരത്തിൽ തൈറോക്സിന്റെ അളവ് കുറയുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം പ്രാഥമികമോ ദ്വിതീയമോ ആകാം. തൈറോയ്ഡ് ഉത്തേജിപ്പിക്കുന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിച്ചിട്ടും തൈറോയിഡിന് ആവശ്യമായ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്നും, തൈറോയിഡിന് ആവശ്യമായ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം എന്നും അറിയപ്പെടുന്നു. സ്ത്രീകളിൽ തൈറോയിഡ് രോഗം വരാനുള്ള സാധ്യത പുരുഷന്മാരെക്കാൾ 8 മടങ്ങ് കൂടുതലാണ്. നിങ്ങൾ ഹൈപ്പോതൈറോയിഡ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പരിസ്ഥിതിയോട് പ്രതികരിക്കാനുള്ള നിങ്ങളുടെ കഴിവുൾപ്പെടെ നിങ്ങളുടെ മുഴുവൻ ശരീരവും മന്ദഗതിയിലാകുന്നു. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ 12 സാധാരണ സൂചനകളും ലക്ഷണങ്ങളും ഇവിടെയുണ്ട്. ആദ്യത്തേത് ക്ഷീണവും മയക്കവുമാണ്. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ക്ലാസിക് ലക്ഷണമാണിത്. കുറഞ്ഞ തൈറോയ്ഡുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക അലസമായ ക്ഷീണമോ മന്ദതയോ അനുഭവപ്പെടുന്നു. ഇത് ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയെങ്കിലും അവർക്ക് സ്വാഭാവികമായി ഉറക്കം അനുഭവപ്പെടുന്നു. ഹൈപ്പോതൈറോയിഡ് രോഗികൾക്ക് ഗാഢനിദ്ര ലഭിക്കുന്നത് കുറവാണ്. ഇതായിരിക്കാം ക്ഷീണവും ഉറക്കവും വരാൻ കാരണം. അതിനാൽ നല്ല വിശദീകരണമില്ലാതെ പതിവിലും കൂടുതൽ ഉറങ്ങുന്നത് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണമാകാം. നിങ്ങളുടെ റിഫ്ലക്സുകൾ വൈകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. രണ്ടാമത്തേത് ശരീരഭാരം കൂടുകയാണ്. അപ്രതീക്ഷിതമായി ശരീരഭാരം കൂടുന്നത് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ മറ്റൊരു സാധാരണ ലക്ഷണമാണ്. തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം നിങ്ങളുടെ മെറ്റാബോളിസം മന്ദീഭവിപ്പിക്കുകയും നിങ്ങളുടെ ബേസൽ മെറ്റാബോളിക് നിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ കാരണത്താൽ നിങ്ങൾക്ക് ഭാരം കൂടാം. ഇപ്പോൾ നിങ്ങൾക്ക് ശരീരഭാരം കൂടുന്നതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ജീവിതശൈലിയിലെ മറ്റു മാറ്റങ്ങൾക്കായി നോക്കണം. അത് ഈ മാറ്റത്തെ വിശദീകരിക്കും. ഒരു നല്ല ഭക്ഷണക്രമവും വ്യായാമവും ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ ശരീരഭാരം കൂടുന്നതായി തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹൈപ്പോതൈറോയിഡ് അവസ്ഥയുടെ സൂചനയായിരിക്കാം. മൂന്നാമത്തേത് ദഹന വ്യതിയാനമാണ്. ശരീരഭാരം കൂടുന്നതിന് പുറമെ നിങ്ങളുടെ സിസ്റ്റം മന്ദഗതിയിലായതിനാൽ മലബന്ധം, മലം കാഠിന്യം, ശരീരവണ്ണം, വിശപ്പില്ലായ്മ എന്നിവയും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ഭക്ഷണം സാധാരണ അവസ്ഥയിൽ നീങ്ങുന്നത്ര വേഗത്തിൽ നിങ്ങളുടെ വയറ്റിലൂടെ നീങ്ങാത്തതിനാൽ നിങ്ങൾക്ക് നെഞ്ചെരിച്ചിലും ആസിഡ് റിഫ്ലക്സും അനുഭവപ്പെടാം. നാലാമത്തേത് തണുപ്പിനോടുള്ള അസഹിഷ്ണുതയാണ്. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ബേസൽ മെറ്റാബോളിക് നിരക്ക് കുറയുന്നു. ഇത് നിങ്ങൾ സൃഷ്ടിക്കുന്ന താപത്തിന്റെ അളവ് കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറയുന്നത്. പതിവിലും കൂടുതൽ തണുപ്പും തണുപ്പിനോട് കൂടുതൽ സെൻസിറ്റീവും തോന്നുന്നത്. അതിനാൽ ഈയിടെയായി സാധാരണയേക്കാൾ തണുപ്പ് അനുഭവപ്പെടുന്നതായി നിങ്ങൾ സ്വയം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹൈപ്പോതൈറോയിഡിസം ബാധിച്ചിരിക്കാം എന്നതിന്റെ സൂചനയായിരിക്കാം. അഞ്ചാമത്തേത് പേശികളുടെ ബലഹീനതയും വേദനയുമാണ്. ഹൈപ്പോതൈറോയിഡ് രോഗികൾ സാധാരണയായി പേശികൾ, വേദന, മലബന്ധം എന്നിവയെക്കുറിച്ച് പരാതിപ്പെടുന്നു. ഹൈപ്പോതൈറോയിഡിസത്തിൽ ഊർജത്തിനായി ശരീരം പേശികൾ പോലെ സ്വന്തം കോശങ്ങളെ തകർക്കുന്നു. ഇതുമൂലം പേശികളുടെ ശക്തി കുറയ്ക്കുകയും ബലഹീനതയും വേദനയും അനുഭവപ്പെടുകയും ചെയ്യുന്നു. രാത്രിയിൽ നിങ്ങളെ ഉണർത്താൻ കഴിയുന്നത്ര കഠിനമായ വേദനയുണ്ടാകാം. അതിനാൽ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ചികിത്സ പേശികളുടെ ശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മാത്രമല്ല ഇത് വേദനയും നോവും കുറയ്ക്കുകയും ചെയ്യുന്നു. ആറാമത് മുടികൊഴിച്ചിൽ. ഹൈപ്പോതൈറോയിഡിസം നിങ്ങളുടെ മുടി നേർത്തതും വരണ്ടതും പൊട്ടുന്നതുമാക്കുന്നു. കുറഞ്ഞ തൈറോയ്ഡ് ഹോർമോൺ രോമകൂപങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നത് നിർത്തുന്നു. ഇത് മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. എന്നാൽ ഹൈപ്പോതൈറോയിഡിസം ചികിത്സിക്കുമ്പോൾ ഇത് സാധാരണയായി മെച്ചപ്പെടും. ഹൈപ്പോതൈറോയിഡിസം മുടികൊഴിച്ചിലിന് പോലും കാരണമായേക്കാം. അതിനാൽ
നിങ്ങളുടെ മുടി കൊഴിച്ചിലിന്റെ തോതിലോ പാറ്റേണിലോ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ മുടി പൊട്ടുകയോ പരുക്കനാകുകയോ ചെയ്താൽ ഹൈപ്പോതൈറോയിഡിസം പരിഗണിക്കുക. ഏഴാമത്തേത് ചൊറിച്ചിലും വരണ്ട ചർമ്മവുമാണ്. നിങ്ങളുടെ ചർമ്മം വരണ്ടതും പരുഷവുമായതായി തോന്നാം. അത് പോറലിനു ശേഷം അടരുകളായി മാറാം. കരോട്ടിൻ അടിഞ്ഞുകൂടുന്നതിനാൽ മഞ്ഞ കലർന്ന നിറം ഉണ്ടാകാം. ചർമ്മത്തിലെ മാറ്റങ്ങൾ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കൂടുതൽ പ്രായോഗിക അടയാളമാണ്. അത് അലർജിയെ അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ചിലപ്പോൾ സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾ മൂലമാണ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നത്. ഇത് ചർമ്മത്തെ ബാധിച്ചേക്കാം. ഇത് മെക്സഡീമ എന്നറിയപ്പെടുന്ന വീക്കത്തിനും ചുവപ്പിനും കാരണമാകും. വരണ്ട ചർമ്മത്തിന് കാരണമാകുന്ന മറ്റ് അവസ്ഥകളേക്കാൾ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് മെക്സഡീമ കൂടുതൽ പ്രത്യേകമാണ്. എട്ടാമത്തേത് തളർച്ചയോ വിഷാദമോ ആണ്. ഹൈപ്പോതൈറോയിഡിസത്തെ അപേക്ഷിച്ച് ഹൈപ്പോതൈറോയിഡിസത്തിൽ വിഷാദം കൂടുതലാണ്. ഒരു പഠനത്തിൽ തൈറോയ്ഡ് ഹോർമോൺ മാറ്റിസ്ഥാപിക്കൽ നേരിയ ഹൈപ്പോതൈറോയിഡിസമുള്ള രോഗികളിൽ വിഷാദരോഗം മെച്ചപ്പെടുത്തുന്നതായി കണ്ടു. ഒൻപതാമത്തേത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോ ഓർമ്മിക്കുന്നതിനോ ഉള്ള പ്രശ്നം. ഹൈപ്പോതൈറോയിഡിസമുള്ള പല രോഗികൾക്കും കാര്യങ്ങൾ ഓർത്തെടുക്കാനോ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. മെമ്മറിയിലോ ഏകാഗ്രതയിലോ ഉള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും സംഭവിക്കാം. എന്നാൽ അത് പെട്ടെന്നോ കഠിനമോ ആണെങ്കിൽ അത് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ സൂചനയായിരിക്കാം. പത്താമത്തേത് ആർത്തവ ചക്രത്തിലെ മാറ്റങ്ങളാണ്. നിങ്ങൾ ഒരു സ്ത്രീയും ഹൈപ്പോതൈറോയിഡുമാണെങ്കിൽ നിങ്ങളുടെ ആർത്തവം സാധാരണയേക്കാൾ വളരെ ഭാരമുള്ളതും പതിവായി അല്ലെങ്കിൽ ക്രമരഹിതവുമാകാം. ക്രമരഹിതവും കനത്തതുമായ രക്തസ്രാവം ഹൈപ്പോതൈറോയിഡിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൈറോയ്ഡ് ഹോർമോൺ അണ്ഡാശയത്തെയും ഗർഭാശയത്തെയും നേരിട്ട് ബാധിക്കുന്നു. അതിനാൽ നിങ്ങളുടെ അണ്ഡാശയങ്ങൾ എല്ലാ മാസവും ഒരു അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നതോ പുറത്തുവിടുന്നതോ നിർത്തിയേക്കാം. ഇത് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കനത്ത രക്തസ്രാവം വിളർച്ചയ്ക്ക് പോലും കാരണമായേക്കാം. അതിനാൽ നിങ്ങൾക്ക് ക്രമരഹിതമായതോ കനത്തതോ ആയ ആർത്തവമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായി സംസാരിക്കുക. 11ാമത്തേത് ശബ്ദമാണ്. നിങ്ങളുടെ തൈറോയ്ഡ് വലുതായാൽ അത് നിങ്ങളുടെ വോക്കൽ കോറുകളെ പോലും ബാധിക്കുകയും നിങ്ങളുടെ ശബ്ദം പരുക്കൻ അല്ലെങ്കിൽ ഹസ്കി ആയിരിക്കുകയും ചെയ്യും. 12ാമത് നഖങ്ങളിലെ മാറ്റങ്ങൾ. നിങ്ങളുടെ നഖങ്ങൾ പൊട്ടുകയും വരകളും ചാലുകളും വികസിക്കുകയും ചെയ്യാം. നെയിൽ പെയിന്റിംഗ് ഉപയോഗിക്കുന്നത് പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അതിനാൽ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കാര്യത്തിൽ കാണാവുന്ന ചില ലക്ഷണങ്ങളും സൂചനകളും ഇവയാണ്.